ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോർമാറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗാലക്സി Z Flip 3യുടെ ക്വിക്ക് ക്യാമറ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഗാലക്സി Z Flip 3ക്ക് രണ്ട് റിയർ ക്യാമറാസ് ആണ്. ഒന്നാമത് 12 MB ഒരു f1.8 ഡുവൽ പിക്സൽ PDAF ഉള്ളൊരു ക്യാമറ, അത് വിത്ത് OIS ആണ് വരിക. അതിൻ്റെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 MB അൾട്രാ വൈഡ്, അതൊരു 123 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ വരുന്ന ഒരു ക്യാമറാസ് ആണ്. സോ ഇതിൻ്റെ ഈ ക്യാമറ UI നോക്കുകയാണെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. നോർമലി നമ്മൾ കണ്ടൊരു സെയിം UI തന്നെ, സിംഗിൾ ടേക്ക് ഫീച്ചർ, പോർട്രേറ്റ്, ഫോട്ടോയ്ക്ക് നമുക്ക് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ആയിട്ട് നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറാസ് തന്നെ യൂസ് ചെയ്യാം. സോ നമുക്ക് മാക്സിമം ക്വാളിറ്റി എക്സ്പ്ലോർ കണ്ടോ. ഇതിനകത്ത് കവർ ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ കണ്ടോ കവർ സ്ക്രീൻ പ്രിവ്യൂ ഓൺ. സോ നമുക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ് നമുക്ക് പ്രിവ്യൂ കാണാൻ പറ്റും കണ്ടോ. സോ അതൊരു നൈസ് കാര്യമാണ്. സോ അതുപോലെ തന്നെ വീഡിയോയിലും ആ സെയിം സംഭവം തന്നെ പറ്റും കണ്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ റിയർ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. സോ അതൊരു നൈസ് കാര്യം തന്നെയാണ്. ആൻഡ് ദെൻ നമുക്ക് മോറിനകത്ത് പ്രോ മോഡ് ഉണ്ട്, പിന്നെ നമുക്ക് നൈറ്റ് മോഡ് വരുന്നുണ്ട്, പോർട്രേറ്റ് വീഡിയോ മോഡ് വരുന്നുണ്ട്, പിന്നെ പ്രോ വീഡിയോ മീൻസ് അപ്പാർച്ചർ, ISO, വൈറ്റ് ബാലൻസ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ മോഡ്സ് വരുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് പിന്നെ നമുക്ക് നോർമലി ഡയറക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറ, ബോത്ത് റിയർ ക്യാമറാസ് എല്ലാം കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ ഡയറക്ടേഴ്സ് വ്യൂ എന്ന് പറയുന്നത്. സോ ഞാൻ ഇതിൻ്റെ 2 സാമ്പിൾ ഷോട്ട്സ് എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇമേജ് ആയാലും നല്ല ഷാർപ്പാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഷാർപ്പാണ്, നല്ല ഇമേജസ് തന്നെയാണ്. ആൻഡ് മോഷൻ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിളിലൊക്കെ ഐഫോൺസിലൊക്കെ ലൈവ് ഫോട്ടോ, ദാറ്റ് മീൻസ് ആ ഒരു ഫോട്ടോ ക്യാപ്ഷൻ ഒരു സെക്കൻഡ് പുറകിലും മുമ്പിലത്തെ കാര്യം. ഇപ്പം ജസ്റ്റ് ഞാൻ വ്യൂ മോഷൻ ഫോട്ടോ കൊടുക്കുകയാണ് കണ്ടോ. ആ ഒരു ഫോട്ടോ എടുത്തതിൻ്റെ തൊട്ട് പുറകിലും ഫ്രണ്ടിലും കാര്യം സംഭവിച്ചു. പിന്നെ അതിനകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ആ മോഷൻ ഫോട്ടോയിൽ നിന്ന് തന്നെ വേറെ ഉള്ള ഏതെങ്കിലും പിക്ചർ, ഇപ്പോൾ ഇതാണ് നല്ല ഫ്രെയിമെങ്കിൽ ഈ ഫ്രെയിം നോക്കിയിട്ട് ജസ്റ്റ് ക്യാപ്ചർ കൊടുക്കുക കണ്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും പക്കറ്റ് എടുക്കുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ദെൻ കണ്ടോ ഇതൊക്കെ മോഷൻ ഫോട്ടോയാണ്. നല്ല ഭയങ്കര ഷാർപ്പാണ്. എനിക്ക് പ്രതീക്ഷിക്കുന്ന നല്ല ഷാർപ്പ് ഇമേജാണ്. കണ്ടോ പൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ കിഡിലൻ ഷാർപ്പ് 12 MB. ആൻഡ് ഇതൊരു 12 MB പോർട്രേറ്റ് പിക്കാണ് വരിക കണ്ടോ. എല്ലാം ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടത്. എല്ലാം നല്ല കളർ സാച്ചുറേഷൻ, നല്ല കളർ വൈബ്രൻസി എല്ലാം ഉണ്ട്. പിക്സിനൊക്കെ ഒരു ബാഡ് അടിക്കാവുന്നൊരു സംഭവമില്ല. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിംഗിൾ ടേക്ക്, ദറ്റ് മീൻസ് ഒറ്റ ഇതിനകത്ത് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സംഭവമാണ് സിംഗിൾ ടേക്ക് ഫീച്ചർ. സോ അതിൻ്റെ ഒരു പ്രിവ്യൂ ആണിത്. ആൻഡ് ദെൻ ഇത് മാക്സിമം മാക്രോ പോയപ്പോൾ എത്ര അടുത്തൊരു എനിക്ക് എത്താം, ഇതിൻ്റെ അപ്പുറം അടുത്ത് പോയി കഴിഞ്ഞാൽ ബ്ലർ ആവുമായിരുന്നു. ആൻഡ് ദെൻ ഇത് രണ്ടൊന്നും നോർമൽ ഷോട്ട്സ് ആണ് കണ്ടോ. അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഉണ്ട്. നമുക്ക് മാക്സിമം ഇത്രയും ക്ലോസ് സബ്ജക്റ്റ് ആകാൻ പറ്റും. ജസ്റ്റ് 12 MB ക്യാമറ വെച്ചിട്ട് റിയലി ക്ലോസ്, അത്യാവശ്യം നല്ല രീതിയിൽ ക്ലോസ് സബ്ജക്റ്റ് ആകാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദെൻ കണ്ടോ എല്ലാം കുഴപ്പമില്ല. അത്യാവശ്യം പിക്സ് ബാഡ് പറയേണ്ട ഒരു ഇമേജും കാര്യങ്ങളൊന്നുമില്ല. സോ ഇനി ഇതിൻ്റെ മെയിൻ കാര്യം നമ്മൾ ഇതിൻ്റെ വീഡിയോ സ്റ്റെബിലൈസേഷനാണ്. ഓക്കെ, സോ ഇത് ഞാൻ വിത്ത് സ്റ്റഡി മോഡ് ഓൺ ആക്കിയിട്ടാണ് വീഡിയോ ചെയ്തേക്കണേ. പൊങ്കോട ഓക്കെ, എനിക്ക് OIS ഉണ്ടെങ്കിൽ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്ത് ഒരു നല്ല ഭയങ്കര സ്റ്റെബിലൈസേഷൻ എന്ന് പറയാനില്ല, എന്നാലും ഓക്കെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ ഞാൻ ഓടി. എന്നിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെബിലൈസ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അൾട്രാ വൈഡ് ഷോട്ട് കാണിച്ചു തരാം. സോ ഉണ്ടോ പിന്നെ സ്കൈയുടെ കളേഴ്സൊക്കെ പക്ക വൈബ്രൻസ് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഓവറോൾ ഇതൊരു ക്യാമറ സെൻട്രിക് ഫോൺ അല്ല ശരിക്കും. ആക്ച്വലി ജസ്റ്റ് ഒരു ക്യാമറ ഒരു സെക്കൻഡറി ഒക്കെ ആയിട്ട് വന്ന ഒരു ഫോണാണ്. സോ ഇത് പ്രൈമറി ഫോക്കസ്ഡേ ഇതല്ല. സോ ജസ്റ്റ് ഒരു സെക്കൻഡറി കാര്യമായിട്ടാണ് നമ്മുടെ ക്യാമറാസ് ഒക്കെ വരുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ ക്യാമറാസ് ആണ്. കാരണം നമ്മളിത് പറഞ്ഞത് നമ്മൾ ഗാലക്സി S21 Ultra കണ്ടിരുന്ന 108 MB ക്യാമറാസ് ഇല്ല, അങ്ങനത്തെ ഹൈപ്ഡ് ക്യാമറാസ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ പണ്ടത്തെ കൺവെൻഷനായിട്ട് സാംസങ്ങിൻ്റെ ഈവൻ നമ്മളിപ്പോഴും 12 MB ക്യാമറാസ് വെച്ചാൽ നമ്മുടെ ഗാലക്സി S9+ ഒക്കെ ആ റേഞ്ചിൽ സാംസങ് ഉണ്ടാക്കിയതാണ്. ആ റേഞ്ചിൽ ഉണ്ടായിരുന്നതാണ്. അന്ന് മുതലേ അടിപൊളി ക്യാമറാസ് ആയിരുന്നു, അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസ് തന്നെയാണ് എല്ലാത്തിനും വന്നു വരുന്നത്. അങ്ങനെ ബാഡ് അടിക്കാനോ പിന്നെ UI വെച്ച് പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കുറച്ചുകൂടെ വരാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രം നമുക്ക് റിയർ ക്യാമറ, ദാറ്റ് മീൻസ് ഈ കവർ ഡിസ്പ്ലേ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതും ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ വീഡിയോസ്, ദാറ്റ് മീൻസ് കവർ ഡിസ്പ്ലേ ഉപയോഗിച്ച് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഈ റിയർ ക്യാമറ വെച്ച് തന്നെ നമുക്ക് അതും ചെയ്യാൻ പറ്റും. സോ മാക്സിമം റെസൊല്യൂഷൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷനുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു നൈസ് ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ Z Flip 3ക്ക് വരുന്നത്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാമറാസ് ജസ്റ്റ് ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ പോലെയാണ് ഈ ക്യാമറയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല.
സോ ഗൈസ് അത്രേ ഉള്ളൂ നമ്മുടെ ഗാലക്സി സി ഫ്ലിപ്പ് 3യുടെ ഷോർട്ട് ക്വിക്ക് ക്യാമറ റിവ്യൂ. ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് ക്യാമറയുടെ ഔട്ട്പുട്ട് കാണിച്ചാൽ വേണ്ടിയാണ്. നമ്മൾ ഇപ്പോഴത്തെ 100x സൂമിങ്ങോ അല്ലെങ്കിൽ എന്താണ് മാക്സിമം ഹൈ റെസൊല്യൂഷൻ ഫോട്ടോയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ഹൈപ്ഡ് ഫീച്ചേഴ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ ടൈപ്പ് ഒരു ക്യാമറ. ദാറ്റ് മീൻസ് ഒരു ഹൈപ്ഡ് വർത്തല്ല, ബട്ട് സ്റ്റിൽ നല്ല ക്വാളിറ്റി, നല്ല ഔട്ട്പുട്ട്, ഡീസൻറ്റ് ക്യാമറ എന്ന് പറയുന്നത് പക്ക ഡീസൻറ്റ് ക്യാമറ ആയിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രൊഫഷണലിസം ഉള്ളൊരു ക്യാമറ, അല്ലാണ്ട് ഹൈപ്ഡ് വർത്ത കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിൽ ഹാപ്പി ടു ഹാവ് ദാറ്റ്. എല്ലാം നൈസ് ഫീച്ചേഴ്സ് തന്നെയാണ്. ഓക്കെ, സോ ഗൈസ് അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.